ഹായ് പ്രിയ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു കടലക്കറിയാണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് കടല, പിന്നെ കോക്കനട്ട്, പെരുംജീരകം, കറുകപ്പട്ട, ഒരു ലേശം മതി കറുകപ്പട്ട, പിന്നെ മുളക്, മുളക് ഒരു 2-3 എണ്ണം, പിന്നെ മല്ലി 1 സ്പൂണ്, പിന്നെ കുരുമുളക് ഒരു 4-5 എണ്ണം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമുക്ക് നന്നായിട്ട് അതിൻ്റെ ജലാംശം എല്ലാം വറ്റിച്ച് നന്നായിട്ട് തേങ്ങയുടെ കൂടെ അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ വറുത്തെടുക്കുക. നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഞാൻ കടല നന്നായിട്ട് കുക്കറിനകത്തിട്ട് 2-3 ചീറ്റ് ചിരിച്ച് വേവിച്ച് വെച്ചിരിക്കുകയാണ്. വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് തേങ്ങ വറുത്തൊന്ന് അരച്ചെടുക്കണം. അതും കൂടെ ശേഷം നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാം. തേങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്കാക്കി വെക്കണം. അല്ലെങ്കിൽ ഈ പാത്രത്തിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അത് കൂടുതലായിട്ടും കരിഞ്ഞു പോകും. ആ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് കരിഞ്ഞു പോകും. അതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്കാക്കിയിട്ട് നമുക്ക് അതിൻ്റെ മസാല തയ്യാറാക്കാം. മസാല തയ്യാറാക്കുമ്പോഴത്തേക്ക് ഇത് തണുക്കും. പിന്നീട് നമുക്കിത് അരച്ചെടുക്കാം. ചൂടോടെ മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കരുത്, മിക്സി ചീത്തയായി പോകും. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ. കടലയൊക്കെ കഴിക്കാത്ത കുട്ടികളൊക്കെ ഇങ്ങനെ തേങ്ങ വറുത്തരച്ചിട്ട് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ കുട്ടികളെല്ലാം കഴിച്ചോളും. കുറച്ച് സമയം കൂടി ഇങ്ങനെ നന്നായി ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് പിന്നെ ആ ചട്ടിക്കകത്തിട്ട് ഇളക്കി കൊടുത്താൽ മതി. അതങ്ങ് കറക്റ്റ് പാകമായിക്കോളും. ഇനി അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ മസാല അതിന് വേണ്ടുന്ന ഉള്ളിയൊക്കെ വാട്ടുക. അതിന് വേണ്ടിയിട്ട് ഞാൻ പാത്രം വെച്ചിട്ടുണ്ട്. ഇനി കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കോക്കനട്ട് ഓയിൽ കുറച്ച് മതി. ഇതിന് കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി. കാരണം നമ്മൾ തേങ്ങയും കൂടെ വറുത്ത് ചേർക്കുന്നത് കൊണ്ട് അതിൽ ഉള്ള കോക്കനട്ട് ഓയിലും കൂടെ ഇതിനകത്ത് ആയിരിക്കും. ഇനി കടുകിട്ട് കൊടുത്തു. പൊട്ടിക്കഴിയട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിന് ഇതിന് വേണ്ടുന്നത് സവാള, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, ഇത്രയും ഞാൻ അവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മസാലക്കൂട്ട് ഞാൻ പറഞ്ഞുവല്ലോ, മുളക്, മല്ലി, ഒരു ചെറിയൊരു കഷ്ണം കറുകപ്പട്ട, പിന്നെ കുരുമുളക്, 1 സ്പൂൺ കുരുമുളക് വേണം, പിന്നെ 1-2 ചുവന്ന മുളക്, വറ്റൽമുളക്, പിന്നെ മല്ലി. ഇതൊക്കെ പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ, മുളകിൻ്റെയും മല്ലിയുടെയും ഒക്കെ പൊടിയാണ്, പെരുംജീരകത്തിൻ്റെയൊക്കെ പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ തേങ്ങ നന്നായിട്ട് ബ്രൗൺ കളറായതിന് ശേഷം നമ്മൾ അത് തീ ഓഫ് ചെയ്യുന്ന സമയമാകുമ്പോൾ നമ്മൾ അതിലേക്ക് ആ പൊടികളിട്ട് ഇളക്കി കൊടുത്താൽ മതി. അല്ലെങ്കിൽ പൊടികളെല്ലാം കരിക്കും. ഇത് നേരത്തേക്ക് ഞാൻ സവാളയും പച്ചമുളകും എല്ലാം ഇട്ട് കൊടുത്തു. കൂടുതലങ്ങ് മസാലയ്ക്ക് നമ്മൾ ഫിഷൊക്കെ കറി വെക്കുമ്പോഴുള്ള അത്രയ്ക്ക് അങ്ങോട്ട് പാടില്ല. എന്നാലും ഇതിൻ്റെ പച്ചപ്പെല്ലാം മാറുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. നമ്മൾ കടല വേവിക്കുമ്പോൾ അതിൽ ഒരു ലേശം സോൾട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. കൂടുതൽ ആഡ് ചെയ്യരുത്, ലേശം. കാരണം ആ കടലയ്ക്ക് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. കടലയ്ക്ക് അന്നേരം ഉപ്പൊക്കെ പിടിക്കും നന്നായിട്ട് ആവട്ടെ. ഇതിന് വേണ്ടുന്ന ലേശം ആഡ് ചെയ്ത് കൊടുക്കുക. ഈ സവാള എല്ലാം നമുക്ക് തന്നെ വാങ്ങി കിട്ടാൻ വേണ്ടി ആവട്ടെ.
മൂടി വെക്കാം. മൂടി വെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ആയിക്കോളും. കണ്ടില്ലേ, ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഒരു മിനിറ്റോളം ഒന്ന് മൂടി വെച്ചതേ ഉള്ളപ്പോൾ തന്നെ അത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കടല ചേർത്ത് കൊടുക്കാം. വെള്ളക്കടലയാണ് ഞാൻ എടുത്തത്. കടലയൊന്ന് ഉള്ളിയിലിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. വെച്ച് ഇത് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ലേശം വെള്ളം ചൂടാക്കിയിട്ട് തണുപ്പിച്ച വെള്ളം അതൊഴിച്ചാണ് ഞാൻ അരച്ചെടുത്തത്. അതിനെ നന്നായിട്ട് അത് പൊടിച്ചെടുക്കണം. പൊടിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അതിനകത്ത് വെള്ളം ആഡ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ അത് അരഞ്ഞ് കിട്ടത്തില്ല. ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് തക്കാളിയാണ് ചേർക്കേണ്ടത്. ഇവിടുത്തെ തക്കാളി പേസ്റ്റാണുള്ളത്, ഞാനതാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ തക്കാളി ഉണ്ടെങ്കിൽ തക്കാളി ചേർത്ത് കൊടുക്കും. ഇവിടെ തക്കാളി പേസ്റ്റാണ് അത് ആഡ് ചെയ്യാം. അതൊരു സ്പൂണോളം ചേർത്താൽ മതി. നമ്മുടെ തക്കാളിയൊക്കെ നല്ല പുളിപ്പായി തക്കാളി പേസ്റ്റിന്. കച്ചപ്പല്ല, അല്ലാതെ തക്കാളിയുടെ പേസ്റ്റ് കിട്ടും അങ്ങനെ. അതാണിത്. അതൊരു സ്പൂണ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അത് ചേർത്ത് കഴിഞ്ഞാൽ കറിക്കൊക്കെ വല്ലാത്തൊരു കളർ കൂടുതലാണ്. നമ്മൾ തക്കാളി ചേർക്കുന്നുണ്ടല്ലേ, പേസ്റ്റ് ലേശം ചേർത്താൽ മതി, വല്ലാണ്ട് കളർ കിട്ടുന്നത്. കളറൊക്കെ ചേർത്ത് വരുന്നതാകുമ്പോൾ ഇത് അടച്ച് വെച്ച് 5 മിനിറ്റോളം നമുക്കൊന്ന് അടച്ച് വെച്ച് കറിയുടെ ടേസ്റ്റ് എല്ലാം നമുക്ക് കടലേക്ക് കിട്ടുന്നതിന് വേണ്ടി ഒരു 5 മിനിറ്റോളം നമ്മളിങ്ങനെ അടച്ച് വെച്ച് തിളപ്പിക്കണം. എന്നിട്ട് നന്നായി കുഴയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഫുൾ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇത് നമ്മൾ വീണ്ടും സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റോളം തണുക്കാൻ വയ്ക്കണം. തണുത്തതിന് ശേഷം മാത്രമേ സെർവ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ അതിനൊരു ടേസ്റ്റ് കിട്ടത്തില്ല. ഇതൊന്നും ഇളക്കിയിട്ട് അടച്ചു വെച്ച് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് നമ്മൾ പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ വളരെ നല്ലൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ റിലേറ്റീവ്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നോക്കൂ, എത്ര മനോഹരവും ഹെൽത്തിയുമായിട്ടുള്ള കടലക്കറി, തേങ്ങ വറുത്തരച്ച കടലക്കറിയാണ് തയ്യാറായിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി പുതിയൊരു വീഡിയോയുമായി വരും വരെ ഗുഡ് ബൈ.